സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു സർ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല മാർക്കുണ്ടല്ലോ. വിദേശത്ത് സ്കോളർഷിപ്പിനൊന്നും നോക്കിയില്ലേ? നിങ്ങളുടെ +2 ബാച്ചിൽ മിക്കവാറും കുട്ടികൾ പുറത്തു പോകാനുള്ള പരിപാടിയിലാണ്. സാർ, ഞങ്ങൾ ഇവിടെ തന്നെ നഴ്സിംഗിന് പോകാൻ ആഗ്രഹിക്കുന്നത്. റാങ്ക് ലിസ്റ്റിലുള്ളതുകൊണ്ട് ഏതെങ്കിലും നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടും. വെരി ഗുഡ്. അതെ സാർ, ഇതേ കോഴ്സ് തന്നെ വിദേശത്ത് പഠിക്കാനാണെങ്കിൽ ലക്ഷങ്ങളോ. ഇപ്പൊ മെറിറ്റിൽ സീറ്റ് കിട്ടി നാട്ടിൽ പഠിച്ചിട്ട് വിദേശത്ത് നല്ല സാലറിക്ക് ജോലിക്ക് പോകാലോ. അങ്ങനെയാകുമ്പോൾ പിന്നെ പാരൻസിനും ബാധിക്കില്ല. അത് ശരിയാ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ വളരെ റയറാണ്. എങ്ങനെ കളിച്ചു നടന്നാലും പാരൻസ് സപ്പോർട്ട് ചെയ്യും എന്ന ചിന്തയാണ് ഭൂരിപക്ഷം കുട്ടികൾക്കും. വിദേശത്തുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളും ജനുവിനല്ലാന്നാ കേൾക്കുന്നത്. സ്വന്തം നാട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പഠിക്കാത്ത കുട്ടികൾ എങ്ങനെയാണ് അന്യനാട്ടിൽ പോയിട്ട് അവിടെയുള്ളവരായിട്ട് മത്സരിച്ച് ജയിക്കുക? ലോൺ എടുത്തും ഉള്ളതെല്ലാം വിറ്റുപറിക്കുകയും എങ്ങനെയും സ്വന്തം കുട്ടികളെ വിദേശത്ത് കാലുകുത്തിക്കാൻ നോക്കുന്ന രക്ഷിതാക്കളില്ലേ? അവരെല്ലാവരും ഇത് മനസ്സിലാക്കിയത് നല്ലതാണ്. ആ യെസ്. വിജയേട്ടാ കയറി വാ. മക്കളെ, ഇതാണ് ജീവ, 10ാം ക്ലാസ്സിലെ ടോപ്പർ. ഓ മിടുക്കി. കൺഗ്രാറ്റ്സ് ജീവ. താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇവരും മോശമൊന്നുമല്ല. അലിയനെയും റോസും രണ്ടാൾക്കും +2 നല്ല മാർക്കുണ്ട്. LBS റാങ്ക് ലിസ്റ്റിലുണ്ട്. നഴ്സിംഗിന് ചേരാനുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അറ്റസ്റ്റ് ചെയ്യാൻ വന്നതാ. നന്നായി വരും. എങ്ങനെ നിങ്ങൾ ഇറങ്ങട്ടെ സാർ? ആ ശരി മക്കളെ. അപ്പൊ കാണാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഒക്കെ സക്സസ്. ഇനി എന്താ പരിപാടി? നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എന്റെ പൊന്നു റോസേ, ഇപ്പോഴത്തെ ഫിലിം ഒക്കെ കണക്കാ. ഒന്നല്ലെങ്കിൽ മൊത്തം വയലൻസ്, അല്ലെങ്കിൽ വൃത്തികേട് ലഹരി. എന്തിനാ വെറുതെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വാങ്ങണേ? അത് ശരിയാ. എന്നാൽ നമുക്ക് നമ്മുടെ തൊമ്മൻ്റെ കടയിൽ പോവാം. അവൻ്റെ അപ്പച്ചൻ ജോസേട്ടൻ്റെ ബിരിയാണിയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ബിരിയാണി. അത് ശരിയാ. വാ നമുക്ക് അവിടെ പോവാം. അല്ല, ഇന്ന് നമ്മുടെ തൊമ്മനെ കണ്ടില്ലല്ലോ. അവനെന്ത് കാനഡയിൽ പോവാന്നാ കേട്ടെ. ചിലപ്പോൾ അവൻ കടയിലുണ്ടാവും. എന്നാ വാ, വേഗം പോവാം. അവനുണ്ടെങ്കിൽ വല്ല ഡിസ്കൗണ്ടും കിട്ടിയാലോ. ഒന്ന് പതുക്കെ പോടാ, കിട്ടി പറഞ്ഞു വീഴും. നീ പോടിയേച്ചി, മര്യാദയ്ക്ക് നിങ്ങളെ വീഴ. വല്ല കാര്യം ഉണ്ടായിരുന്നു. ആൾക്കാര് നോക്കണു, നാറ്റിക്കല്ലേ? ഞാനും പണിക്കാരും കൂടെ ഇവിടെ കിടന്ന് പപ്പ കയ്യിന്ന് വിടുവപ്പാ. ഞാൻ കാനഡ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇതിന്റെ പലിശ അടക്കം തിരിച്ചു തന്നോളാം. സായിപ്പേ, എന്താണ് അപ്പനായിട്ടൊരു കശപിശ? മോളെ, ഇവനെ കൊണ്ട് ഞാനില്ല കട വന്നിരിക്കാൻ പറഞ്ഞ കേക്കില്ല. എന്നാലാ അവനെന്തെങ്കിലും ആവശ്യം കാച്ചെടുത്തോണ്ട് പോകും. ഈ പപ്പയുടെ ഒരു പിശുക്ക്. ജസ്റ്റ് 500 മണീസാണ് ഗൈസ്. ഓ 500 മണീസ്. അതെ, നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് 5 രൂപ കിട്ടണെങ്കിലേ എന്നെ കൊണ്ട് എത്രോളം വെള്ളം കോരിപ്പിക്കുന്നറിയോ നിന്റെ അപ്പാപ്പൻ? അപ്പാപ്പനൊക്കെ മ്യൂസിയം പീസ് അല്ല എന്റെ അപ്പ. അതുപോലെയാണ് ഇപ്പോ ഈ പൈസ ഞാൻ പിന്നെ തിരിച്ചു. ബൈ. നിങ്ങളങ്ങ് ചെല്ലേ, അവിടെ ചോണാട്ടുണ്ട്. സാരില്ല, പോട്ടെ. എന്താ ബിജോ, ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ? ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലല്ല ജോണേട്ടാ. ഹോട്ടലിൽ ഭക്ഷണം എന്നല്ല, ഭക്ഷണം തന്നെ ഒരു ആഡംബര. ഈ മോള് ഇവളെ എൻ്റെ അനിയത്തി ജിൻസിയുടെ മോളാ, ജീവ. ഇവളുടെ പപ്പിയല്ലേ തിരുവനന്തപുരത്ത് വെച്ചിട്ട്? ജീവ മോളെ 10ാം ക്ലാസ്സിൽ സ്കൂളിൽ ടോപ്പറാ. അവളുടെ ടീച്ചർമാർക്ക് അവളെ വലിയ കാര്യമാണ്. അപ്പം ഞാൻ അവൾക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചു. നമ്മുടെ നാട്ടിലെ ജോസേട്ടൻ്റെ ബിരിയാണി അല്ലേ സൂപ്പർ. പെട്ടെന്നായിക്കോട്ടെ. അപ്പോൾ 2 ബിരിയാണി അല്ലേ? അല്ല, ഒരെണ്ണം ഇപ്പോൾ അവർക്ക് കഴിക്കാൻ, ഒരെണ്ണം പാർസൽ. അതവളുടെ അമ്മയ്ക്കാ. നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടേ? എനിക്ക് വേണ്ട ചോണ്ടാ, ഞാൻ രാവിലെ വയറിറച്ചി കഴിച്ചത്, അതുകൊണ്ടാ. ഒന്നുമല്ല അങ്കിളേ, എനിക്ക് അമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുക. ബിരിയാണി ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, സമ്മതിക്കണ്ടേ? അങ്കിളിന് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. നീ പോയിട്ട് കൈ എഴുത്തുവാ, ചെല്ലേ.
അളിയനും ജിൻസിമോളും കൂടി ഉറുമ്പ് നെന്മണി കൂട്ടി വയ്ക്കണ പോലെ കൂട്ടി വെച്ച് ഒരു വീട് വെക്കാൻ ഒരുങ്ങിയിരുന്നതാ. ജിൻസിമോൾ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി അളിയൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള തർക്കത്തിൽ ആരോ എറിഞ്ഞ കല്ല് വീണത് അളിയൻ്റെ തലയ്ക്കായി. അളിയൻ പിന്നെ ആശുപത്രി മരുന്നായി 3 മാസം. എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായി? പോട്രാ, ഇതാ മോള് വരുന്നുണ്ട്, കണ്ണു തുടക്കി. നീ ഉള്ളൊരു കരക്കെത്തിക്കണം. എൻ്റെ ജിൻസി മോൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു വീട് എനിക്ക് പണിയണം. ഇപ്പം അതാണല്ലോ എൻ്റെ മനസ്സിൽ. എന്നാ ശരി, ഞാൻ പോയി ഓർഡർ എടുക്കാം. അങ്കിള് ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഷെയർ ചെയ്തോളാം. ഓക്കെ. ഇവിടെ ചേട്ടാ, ആ ടേബിളിൽ ഓർഡർ എടുത്താണോ? ആ കുട്ടിയില്ലേ, ആ കുട്ടിക്ക് ഞങ്ങളുടെ സ്കൂളിൽ 10ൽ ഏറ്റവും കൂടുതൽ മാർക്ക്. അവര് പറഞ്ഞു പാവപ്പെട്ട കുടുംബ, ഒരു നേരത്തെ ആഹാരം പോലും ഭയങ്കര കഷ്ടാ. ഇപ്പൊ തന്നെ ആ ബിജു കഴിക്കാണ്ടാണ് മോൾക്കും അനിയത്തിക്കും ബിരിയാണി ഓർഡർ ചെയ്തത്. എടി അലീനെ, നമുക്ക് അവരെ ഫുഡ് ബില്ല് കൊടുത്താലോ? ആ കുട്ടിക്ക് ഇത്രയും മാർക്കുള്ളതല്ലേ, നമ്മുടെ വക ഒരു കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ ചേട്ടാ ആ ചേട്ടനും കൂടി ചേർത്ത് 3 ബിരിയാണി അവിടെ കൊടുക്ക്. പൈസ ഞങ്ങൾ പേ ചെയ്തോളാം. ചോദിച്ച ഒരാൾ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. ജീവിക്ക് നല്ല മാർക്കുള്ളതല്ലേ, ആരാന്നൊന്നും പറയണ്ട. നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് വേണ്ടായിരുന്നു, ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. നീ കഴിക്കിഷ്ടാ, നിന്റെ ബില്ല് വേറൊരാൾ കൊടുത്തു. 10ലും ഫുൾ മാർക്ക് കിട്ടിയതിന്റെ സന്തോഷം. അതാരാ? അത് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരി. എത്ര ജോസേട്ടാ? ജോണേട്ടൻ പറഞ്ഞു ഇവിടെ പറഞ്ഞാൽ മതി. 50 രൂപ. 50 രൂപയാ? ജോസേട്ടൻ ഞങ്ങൾ മൊത്തം 5 ബിരിയാണി ഓർഡർ ചെയ്തേ. അറിയാം, അതിന് 50 രൂപ. അതെങ്ങനെ ശരിയാവുക? 500 രൂപ ഇങ്ങനെ ആവില്ലേ? അത് ബാക്കിയുള്ളവർക്ക്. നിങ്ങൾ അവരുടെ ഫുഡ് സ്പോൺസർ ചെയ്തില്ലേ, എന്ത് സന്തോഷമായെന്നറിയോ? അതിപ്പോ ഞങ്ങൾ പൈസ തന്നില്ലല്ലോ. അതിന് നിങ്ങൾ സമ്പാദിച്ചു തുടങ്ങിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഷെയർ ഞാൻ ഇട്ടു, അത്രേ ഉള്ളൂ. എൻ്റെ ഉഴപ്പം തൊമ്മൻ ഗതി പിടിക്കണമെങ്കിലേ എന്തെങ്കിലും നന്മ ഞാനും ചെയ്തല്ലേ പറ്റൂ. ഓ, അപ്പൊ ഞങ്ങളുടെ നന്മയുടെ പോയിന്റ് തൊമ്മൻ കൊണ്ടായല്ലേ? ആരവിടെ എന്റെ പേര് പറയണേ? ഒരു ചുറ്റി നാട് തണ്ടി ഇവിടെ എത്തിയ പപ്പ ഒരു ഗ്രാൻഡ് ഐഡിയ വന്നു. എന്താണാവോ? ഒരു ഷോർട്ട് ഫിലിം പിടിക്കാനേ 10,000 മണീസ് ഉണ്ടാവും. ഫിലിം നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു നന്മകൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് വലിയ കാര്യമായിരിക്കാം. സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പരസ്പരം ഇവിടെ അവസാനിക്കുന്നില്ല, തുടരുകയാണ്. സ്നേഹത്തോടെ ജിയോജ്വാല അക്കാദമി ഓഫ് ആർട്സ് ടീം.